ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്ന് മന്ത്രയുടെ രണ്ടാം ദിവസത്തെ ഉത്സവമാണ്. അപ്പം ഇന്നലത്തെ ഉത്സവം ഭയങ്കര സൂപ്പറായിരുന്നു. ഞാനൊരു 2 മണി കഴിഞ്ഞു കഥകളിയെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ കഥകളിയുടെ വീഡിയോസ് എല്ലാം പോസ്റ്റ് ചെയ്യാം. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയ ഒരു ഫീലായിരുന്നു. കാരണം പഞ്ചാരിമേളം, കൊടിയേറ്റ്, കഥകളി, നാടകം എല്ലാം ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ഇവിടെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. മന്ത്രയ്ക്ക് ബിഗ് താങ്ക്സ്. അപ്പൊ ഇന്ന് ഡേ 2 ആണ്. അപ്പൊ ഇന്ന് മാളുവിന്റെ ഭരതനാട്യം കോമ്പറ്റീഷൻ ഉണ്ട്, അമ്മുവിന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നലത്തേതിനേക്കാളും കുറച്ചുകൂടെ അടിപൊളിയാവും. ഇന്ന് ഉച്ചയ്ക്ക് ഒരു കേരള സ്റ്റൈൽ സദ്യയുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും എനിക്ക് തോന്നുന്നു ഇന്ന് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഡേ 2 വിശേഷങ്ങളെ കാണാം. അപ്പൊ മാളു ഭരതനാട്യം കോമ്പറ്റീഷന് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അമ്മുവിന്റെ ഫാൻസി ഡ്രസ്സിന്റെ അവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഉത്സവം 2ാം ദിവസം പോവാണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലി, ചട്നി, വട, സാമ്പാർ, ചായ, പിന്നെ എന്ത് വേണം. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിജയും, പിന്നെ ഇവിടെ ശ്രീജ, മാളു, അമ്മു എല്ലാവരും ഉണ്ട്. ഇപ്പോൾ മന്ത്രയുടെ ഉത്സവം 2ാം ദിവസം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റോട് കൂടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അമ്മ വന്നില്ലല്ലോടാ. അമ്മ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനെല്ലാം സെറ്റായിട്ടിരിക്കുകയാണോ? അമ്മ എന്ത് വേഷ ചെയ്യുന്നത് ഫാൻസി ഡ്രസ്സിൽ? ഉറക്കെ പറ. ചിയർ ലീഡർ ഓക്കെ. നമ്മുടെ സദ്യയുടെ പരിപാടികൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിളമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. സദ്യയുടെ പരിപാടിയൊക്കെ ബാക്കി കാണുന്ന ഹാളിലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലെ പോലെ തന്നെ ഒരു കേരള സ്റ്റൈല് സദ്യയാണ് 2ാം ദിവസത്തെ ഉത്സവത്തിന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വിളമ്പാനൊക്കെ ആയിട്ട് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ആദ്യം പുളിയഞ്ചിയാണ് വിളമ്പാനെടുത്തത്. അത്യാവശ്യം എളുപ്പമാണെന്ന് വിചാരിച്ചെടുത്താണ്, പക്ഷേ അത്യാവശ്യം നല്ല പണിയായിരുന്നു. കാരണം ഇത് നല്ല ഫുള്ളായിരുന്നു ആ ബക്കറ്റ്. അപ്പോൾ ഇത് ഓരോ ഇതിനകത്തേക്കും കുറേശ്ശെ ഇടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പണിയായിരുന്നു. പക്ഷേ നല്ല ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. നാട്ടിൽ ഞാൻ കല്യാണങ്ങൾക്കും എല്ലാം വിളമ്പി ശീലമുള്ളത് കാരണം ഇതെനിക്കൊരു വലിയ ടാസ്ക്കായിട്ട് തോന്നിയില്ല. ഞാൻ ശരിക്കും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ടാസ്ക് എത്തിയത്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഞാനെന്നെ പഴം. നേരത്തെ പുളിയിഞ്ചി വിളമ്പായിരുന്നു, അതിന്റെ വീടില്ലേ. നമ്മളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി സദ്യ. ഓക്കെ, ഇതാണ് സ്കൈ വാക്ക്. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൽ നിന്ന് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് റോഡിൽ കൂടെ പോകണ്ട, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ സ്കൈ വാക്ക് ഉണ്ടല്ലേ. ശരിക്കും നമ്മൾ നടന്നാണ് ഇന്നലെയൊക്കെ വന്നത്. ഓക്കെ, പക്ഷെ ആകെ ചെറിയൊരു കൺഫ്യൂഷൻ, ഇവിടെ ലിഫ്റ്റ് കയറി നമ്മൾ അടുത്ത ലെവലിലോട്ടെത്തണം. പക്ഷെ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയൊരു കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ 5-6 അല്ല, അതിൽ കൂടുതൽ തന്നെ വലിയ പാർട്ടി ഹാളുകളുണ്ട്. നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിൽ പാർട്ടി നടത്താം. ഇപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാമിന് തന്നെ, മന്ത്രിയുടെ പ്രോഗ്രാമിന് തന്നെ 2-3 എടുത്തിട്ടുള്ളൂ നമ്മൾ. നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോവാതെ തന്നെ തിരിച്ചിവിടെ കൺവെൻഷൻ സെൻ്ററിലെത്തി. അപ്പോൾ ഞാൻ വടയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വടയുണ്ട്, പഴംപൊരിയുണ്ട്. അമ്മ മാളു എങ്ങനെയുണ്ട് മന്ത്രയുടെ സെക്കൻഡ് വൈകുന്നേരത്തെ ചായയൊക്കെ എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടിയേ? എന്തൊക്കെയാണ് കഴിക്കാൻ കിട്ടിയേ? എന്താ വടിതാ? പഴംപൊരി വട. ഇഷ്ടപ്പെട്ടോ? സൂപ്പറല്ലേ? എങ്ങനെ പോകുന്നു മന്ത്രയുടെ ആഘോഷങ്ങൾ? എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നു? ഓക്കെ, മാളു ഇവിടെ മെഗാ ഭരതനാട്യത്തിൻ്റെ പ്രാക്ടീസിലാണ്. അപ്പോൾ ഈ കുട്ടികളെല്ലാം ഓൺലൈനായിട്ട് ആണ് പ്രാക്ടീസെല്ലാം ഇതുവരെ ചെയ്തത്. അപ്പോൾ ഇവർക്ക് ജസ്റ്റ് ആ ഇവൻറ്റിന് മുമ്പ് ഒരു 30 മിനിറ്റ്സ് ആണ് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയുള്ളൂ. അപ്പോൾ അവരുടെ ടീച്ചർ വളരെ നന്നായിട്ടാണ് അവരെ പഠിപ്പിച്ചേക്കുന്നത്. നമ്മൾ സ്റ്റേജിലെ പെർഫോമൻസ് കണ്ടപ്പോൾ ഇവർ ഓൺലൈനായിട്ടാണ് ഇവരെ പഠിച്ചതെന്ന് നമുക്ക് തോന്നത്തേയില്ല. അത്രയും നല്ല സിങ്കായിട്ടാണ് എല്ലാ കുട്ടികളും പെർഫോം ചെയ്തത്. പിന്നെ നമ്മൾ ഈ കുട്ടികളുടെ പെർഫോമൻസ് നോക്കുമ്പോൾ വളരെ സൂപ്പറായിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭരതനാട്യമാണ്, പക്ഷേ ഇതിനകത്ത് പങ്കെടുത്ത കുട്ടികളെന്ന് പറഞ്ഞാൽ അവർക്ക് ഭരതനാട്യം മാത്രമല്ല, മോഹിനിയാട്ടം നന്നായിട്ട് അറിയാം, ഫോക്ക് ഡാൻസ് നന്നായിട്ട് അറിയാം.
അതുപോലെ തന്നെ വിഷ്ണു സഹസ്രം, ഭഗവത്ഗീത, അങ്ങനെ എല്ലാ ലെവലിലും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇതിനകത്തെല്ലാം പങ്കെടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാളൂന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇവരായിട്ടെല്ലാം ഇൻട്രാക്ട് ചെയ്യാനും ഇങ്ങനത്തെ കോമ്പറ്റീഷനും പെർഫോമൻസ് എല്ലാം പങ്കെടുക്കാൻ കിട്ടിയത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികളെല്ലാം അക്കാദമിക് ലെവലിലും വളരെ ഹൈ ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവരുടെ കോളേജസ് ഒക്കെ നോക്കുമ്പോൾ ഇവർ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി, ജോർജിയ ടെക്, ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി, അങ്ങനത്തെ US-ലെ എന്നല്ല വേൾഡിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇവരെല്ലാം. പണ്ടൊക്കെ ഞാനൊക്കെ നാട്ടിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അമേരിക്കയിലെ കുട്ടികളെന്ന് പറഞ്ഞാൽ കുറച്ച് വെസ്റ്റേൺ കൾച്ചർ ഫോളോ ചെയ്യുന്നു, വേറെ ഒന്നും ഇവർക്ക് അറിയത്തില്ല. അങ്ങനെയൊന്നുമല്ല, വളരെ ടാലൻറ്റഡ് ആണ് ഇവർക്ക്. പഠനത്തിന് മാത്രമല്ല അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള എല്ലാ ഇതിനകത്ത് ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് അടിപൊളി ഫുഡാണ്. ചപ്പാത്തി ഉണ്ട്, ഗോബി മഞ്ചൂരിയൻ ഉണ്ട്, പയറുണ്ട്, പിന്നെ വെജ് കറി ഉണ്ട്, വെജ് കറി അല്ലേ, വെജ് കറി. അപ്പോൾ ഒരു അടിപൊളി ഡിന്നറാണ് രണ്ടാമത്തെ ദിവസം. അപ്പോൾ കഴിച്ചിട്ട് നമുക്കതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ കൺവെൻഷൻ സെൻറ്റർ 1970-ലെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാണെന്ന് അറിഞ്ഞപ്പോഴാണ്. കാരണം അന്ന് പണിതാണെങ്കിൽ പോലും ഈ 2025-ൽ നമുക്ക് ഇവിടെ ഇവൻ്റ് നടത്തുമ്പോഴും ഇവിടുത്തെ സൗകര്യങ്ങൾ കൂടുതലായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മളിപ്പോൾ ഇതിനകത്തെ പല ഹാളുകൾ എടുത്തിട്ടില്ല. അപ്പോൾ എത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അവരന്ന് ആ കൺസ്ട്രക്ഷൻ നടത്തിയതെന്നാണ് ആലോചിക്കുന്നത്. ാണ് ബെൻഡൻ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ചരിത്രം. ഇവിടുത്തെ ഇതിനാണ് ഫൗണ്ടർ, ഇവിടുത്തെ മേയറാണ്.
കഥകളിയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥയും. 4, 3, 7 പേരേ ഉള്ളൂ കഥകളി കാണാൻ. അപ്പോൾ അതിൻ്റെ നമുക്ക് കഥകളി ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഞങ്ങൾ കഥകളി അത് ഇന്നലെ കഴിഞ്ഞു. ഹലോ ഗൈസ്, ഇപ്പോൾ 3:25 അപ്പോൾ കഥകളി തീർന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ നാളുകൾക്ക് ശേഷമാണ് കഥകളി കാണുന്നത്.